ആശാ വർക്കർമാർക്കെതിരെ മന്ത്രി ആർ ബിന്ദു കേന്ദ്രത്തോട് ആവശ്യങ്ങൾ പറയാൻ നട്ടെല്ല് വേണം. കേന്ദ്രമന്ത്രി വന്നപ്പോൾ സിനിമാ ഗാനം പാടി. അവർക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാൻ ഒന്നുമില്ല. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നുമാണ് മന്ത്രിയുടെ വാദം. ആഗ്രഹിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യത്ത് ഏറ്റവും ഉയർന്ന 7,000 രൂപ എന്നുള്ള നിലയിലേക്ക് അവർക്ക് ഓണറേറിയം നൽകാൻ തീരുമാനമെടുത്തതും അവര് കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനൊന്നുമില്ല. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, നമുക്കറിയാം മുഖ്യമന്ത്രി പോലും തിരിഞ്ഞു നോക്കാതെയാണ് ആശാ വർക്കർമാരെ അവഗണിച്ച് പോയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം വരുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, തീർച്ചയായും തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ രാവും പകലും ആ സമരം ഇരിക്കുന്നത്. ആ സമരം ഇരിക്കുന്ന ആശാ വർക്കർമാരെ ഒന്നടങ്കം അവഹേളിക്കുന്ന രീതിയിലാണ് മന്ത്രി ആർ ബിന്ദു ഇന്ന് നടത്തിയ പ്രസ്താവനകൾ. ആ മന്ത്രി പറയുന്ന കാര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്, ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ആശാ വർക്കർമാരുടെ അടുത്ത് വന്നിരുന്നു. അന്ന് ഈ മണിമുറ്റത്താവണിപ്പന്തൽ എന്ന പാട്ട് ആശാ വർക്കർമാർ പാടി എന്ന് പരിഹസിക്കുന്ന രീതിയിലാണ് മന്ത്രി പരാമർശങ്ങൾ നടത്തിയത്. പക്ഷേ നമുക്കറിയാം, കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്രമന്ത്രിയുടെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കൃത്യമായി കേന്ദ്രത്തിൽ കാര്യങ്ങൾ ധരിപ്പിച്ചു. അതിനുശേഷമാണ് ഇവരുടെ ആശാ വർക്കർമാരുടെ കാര്യം പോലും അവിടെ അഡ്രസ് ചെയ്യപ്പെട്ടത്. അങ്ങനെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയപ്പോൾ പോലും അതിനെ അടക്കം പരിഹസിക്കുന്ന രീതിയിലാണ് ആർ ബിന്ദു ഇന്ന് നടത്തിയ പരാമർശങ്ങൾ. മാത്രമല്ല, ഈ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുപോലും ഈ ആർ ബിന്ദു പറയുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാർ ഇവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടലെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഈ ചൂടത്ത്, ഈ വേനൽക്കാലത്ത് അവർക്ക് രാപ്പകൽ അവിടെ തങ്ങളുടെ ന്യായമായ അവകാശത്തിന് വേണ്ടി അവിടെ സമരം ഇരിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ്. എന്തായാലും ഈ സമരം ഇരിക്കുന്ന ആശാ വർക്കർമാരെ കൃത്യമായി അവരെ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന നിലപാടാണ് മന്ത്രി ആർ ബിന്ദു ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. വിഷ്ണു, അനഘ, ഒപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഈ ആശാ വർക്കർമാരുടെ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നേരത്തെ മുന്നോട്ട് വെച്ച ഈ പരിശീലന പരിപാടി പോലെയുള്ള സംഭവങ്ങൾ പോലും ആശാ വർക്കർമാരുടെ സമരത്തെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു നീക്കമായി നമ്മൾ കണ്ടതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരുപക്ഷെ ഇപ്പോൾ മന്ത്രിയുടെ വാദം പറയുന്നത് പോലെ ആശാ വർക്കർമാർക്ക് വേണ്ടി എല്ലാം ഇടതുപക്ഷ സർക്കാർ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്തരം തെറ്റിദ്ധാരണ ജനകമായ പരാമർശം നടത്തി വീണ്ടും ഈ ഒരു സമരത്തെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമായിട്ട് വേണ്ടേ ഇപ്പോൾ ഈ മന്ത്രി ആർ ബിന്ദുവിൻ്റെ പരാമർശത്തെ നോക്കിക്കാണേണ്ടത്? കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് എതിരെ ഏതെങ്കിലും രീതിയിൽ ഈ ആശാ വർക്കർമാരുടെ സമരമല്ല മറ്റേതെങ്കിലും ഒരു സമരം വരുന്ന സമയത്ത് അത് കേന്ദ്രത്തിന്റെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് തലയൂരാനുള്ളൊരു പ്രവർത്തനം, അത് സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാരിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല ഘട്ടത്തിൽ പല വിഷയങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒടുവിൽ അത് പൊളിയുമ്പോൾ മറ്റൊരു വാദവുമായി ഇവർ എത്തുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ ന്യായമായ അവകാശം, ആ അവകാശങ്ങൾക്ക് മുന്നിൽ അത് കൃത്യമായ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് പോലും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ സർക്കാരിന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്ക് പോലും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ചൂടാകുന്ന ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. അതാണ് സംസ്ഥാന സർക്കാരിന്റെ ആശാ വർക്കർമാരുടെ നിലപാട്. ഈ മന്ത്രി ആർ ബിന്ദു മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന CPM-നോട് ചേർന്ന് നിൽക്കുന്ന പല നേതാക്കളും ആശാ വർക്കർമാരുടെ വിഷയത്തിൽ അവരെ എതിർത്ത് പറയുന്ന അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന, തള്ളിപ്പറയുന്ന നിലപാടുകൾ തന്നെയാണ് നിരന്തരം സ്വീകരിച്ചു വരുന്നത്. അതിലേക്ക് അവരുടെ പട്ടികയിലേക്ക് മന്ത്രി ആർ ബിന്ദു കൂടി വന്നു ചേർന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും സമരമിരിക്കുന്ന സ്ത്രീകളാണ്, അവർക്ക് ആ ബഹുമാനം പോലും കൊടുക്കാതെയാണ്, അവരെ തികച്ചും കളിയാക്കിക്കൊണ്ട് തന്നെയാണ് മന്ത്രി ഇന്ന് ആ പരാമർശങ്ങൾ നടത്തിയത്. അതുകൊണ്ടാണ് ഈ കേന്ദ്രമന്ത്രി വന്നപ്പോൾ മണിമുറ്റത്താവണി പന്തൽ പാട്ടുപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സമരത്തെ പുച്ഛത്തോടെ കാണുന്ന ഒരു നിലപാടാണ് എന്ന മന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. വിഷ്ണു, ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.